അമ്മായിയപ്പൻ്റെ വീട്ടിൽ പോകാണെന്ന് പറഞ്ഞല്ലോ. ആരുടെ കാര്യം പറഞ്ഞേ? അമ്മായിപ്പൻ്റെ വീട്ടിൽ ആർക്കും പോയിക്കൂടെ? പോവാം. നമ്മൾ പറയണമെങ്കിൽ എന്തോ ഒരു കാര്യം ഉണ്ടാകും. രാഹുൽ ഗാന്ധി പോയാലോ? രാഹുൽ ഗാന്ധി കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? എത്രയോ തവണ ബ്ലിറ്റ്സിൻ്റെ പത്രാധിപർ ശോഭി ചൗധരി ഇല്ലേ, ചൗധരി പലതവണ പറയുന്നു ബ്ലിറ്റ്സിൽ ലേഖനം എഴുതി ഇയാൾക്ക് ഭാര്യയും മക്കളും ഉണ്ട്. ഭാര്യയുടെ പേര് ജോനിത വിൻസി, വേറൊരു പേരുണ്ട് ജോനിത വിൻസി എന്നും വിളിക്കും. വിൻസി എന്നുള്ള രാഹുൽ വിൻസി എന്നാണ് രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു പേര്. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെയാണത്രേ ബ്രിട്ടീഷ് പാർലമെൻറ്റോ ബ്രിട്ടീഷ് പാസ്പോർട്ടോ മറ്റോ അങ്ങനെയാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ വിൻസി എന്നുള്ളത് ഈ അച്ഛൻ്റെ പേര് ചേർക്കലാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ രീതിയുണ്ടല്ലോ, അച്ഛൻ്റെ പേര് ഭർത്താവിൻ്റെ പേര് ചേർക്കൽ. അപ്പോൾ ജോനിത വിൻസി എന്ന് പറയുന്ന ഒരു ഭാര്യയും നിയാക് വിൻസി എന്ന് പറയുന്ന മകനും മിനാക് വിൻസി എന്ന് പറഞ്ഞ മകളും ഉണ്ട് എന്ന് പല തവണ ഇയാൾ ഫോട്ടോ ഉൾപ്പെടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട്. ആ ഫോട്ടോ ഇനി നമുക്കറിയില്ല, ഇയാളുടെ രാഹുൽ ഗാന്ധിയുടെ ഭാര്യയാണ് ജോനിത വിൻസി എന്ന് വിളിപ്പേരുള്ള മറ്റേ പേര്, വലിയ പേര് ഞാൻ മറന്നുപോയത്, ദാവിഡ് തുമ്പത്തില്ല ഒറിജിനൽ പേര്, എന്താ അലക്സാണ്ട്രിയ എന്നൊക്കെ പറ്റുന്നൊരു പേര്. ആ പേര് ഇപ്പം സോണിയാഗാന്ധിയുടെ ആൻറ്റ മൈനോ എന്ന മറ്റാണ്. ആ പേര് നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല, റെഫർ ചെയ്താലേ പറ്റുള്ളൂ. വളരെ പെട്ടെന്നൊരു കാര്യം സംസാരിക്കേണ്ടി വന്നതുകൊണ്ടാണ് എനിക്കത് റെഫർ ചെയ്ത് പറയാൻ പറ്റുന്നത്. അപ്പോൾ ജോനിത വിൻസിയും നായക് വിൻസിയും മിനാക് വിൻസിയും ഓൾറെഡി കൺഫേം ചെയ്തോ, ഗൂഗിളിലൊക്കെ നോക്കിയാൽ കാണാം. അപ്പോൾ ജോനിത വിൻസിയുടെ ആണ് എന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന ഒരു ചിത്രം കാണിക്കാം, നമ്മുടെ പ്രേക്ഷകരെ നമുക്ക് കാണിക്കാം. ആ ചിത്രമുണ്ട്, അതാണോന്ന് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ സംഭവം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താവ് എന്ന് പറയാവുന്ന, അല്ല സോഷ്യൽ മീഡിയയുടെ ഒക്കെ ചുമതലയുള്ള പവൻ ഖേര ഒരു എക്സിലൊരു അറിയിപ്പിട്ടിരിക്കുന്നു. രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോവാണ്. ഇതിനു മുമ്പൊന്നും പറയാറില്ലായിരുന്നു, ഇപ്പോൾ പറയാൻ കാരണം എന്താ അറിയോ? CRPF ഒരു പണി കൊടുത്തു. CRPF പരാതി കൊടുത്തു, ഇയാൾ നമ്മളോട് പറയാതെ നിപ്പിൽ നാട് വിട്ടു പോകുന്നു. 2 വർഷത്തിനിടയ്ക്ക് 113 തവണ വയലേഷൻ ഉണ്ടായെന്ന് പറഞ്ഞ് ഞങ്ങളെ അറിയിക്കാതെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടായാൽ, അപകടമോ വല്ലരും തലക്കിട്ട് തട്ടുവോ വല്ലതൊക്കെ ചെയ്താൽ ഞങ്ങൾ സമാനം പറയേണ്ടി വരും. വയലേഷൻസ് ഉണ്ടാവുന്നു, യെല്ലോ ബുക്ക് ഫോളോ ചെയ്യുന്നില്ല, അറിയിക്കാതെയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് മലേഷ്യയിലെ ലങ്കാവി ഹണിമൂൺ ഐലൻഡിൽ പോയി ആൾ തുള്ളിച്ചാടിയിരുന്നത് നമ്മൾ കണ്ടു, സ്കൂട്ടർ ഓടിച്ചു കിടക്കുന്നതൊക്കെ കണ്ടു. അതിനെ തുടർന്ന് CRPFൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ രാഹുൽ ഗാന്ധിക്കും ഖാർഗെക്കും കത്ത് കൊടുത്തു, ഈ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ അതുകൊണ്ടാവണം ഇത് ഇത്തവണ ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ പവൻ ഖേര അറിയപ്പെട്ടിരിക്കുന്നു. രാഹുൽ ഗാന്ധി 4 വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോവുകയാണ്. സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലാണ് പോകുന്നത്. സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ വലിയ ബന്ധമുണ്ട്. അദ്ദേഹം അവിടെ രാഷ്ട്രത്തലവന്മാരുമായിട്ട് സംസാരിക്കും. എന്തിന്? മറ്റേ സലീംകുമാർ എന്തിന് ഇയാളാര് രാഷ്ട്രത്തലവന്മാരുമായിട്ട് സംസാരിക്കാൻ? ഇന്ത്യയിലെ ഒരു ഡൂക്ലി പാർട്ടി അല്ലേ കോൺഗ്രസ് പാർട്ടി? അതെ, പല സംസ്ഥാനങ്ങളിലും പേരിന് പോലും ഇല്ല. ബീഹാർ ഇലക്ഷൻ നടക്കുക ഉണ്ടോ? ഇല്ല. RJDയുടെ തോളിൽ കയറി നിൽക്കുകയാണ്. ബീഹാർ ഇലക്ഷന് തൊട്ട് മുമ്പാണ് ഈ പോകുന്നത്. മറ്റേ ബീഹാറിലെ വോട്ട് ചോരി യാത്ര നടത്തിയ ഉടനെയാണ് മലേഷ്യയിലെ ലങ്കാവിലേക്ക് പോയത്. അദ്ദേഹത്തിൻ്റെ ഗുരുവായ സക്കീർ നായിക്കിനെ കാണാനാണെന്ന് പറയുന്നു. സക്കീർ നായിക്കനാണെങ്കിൽ എയ്ഡ്സും ആണെന്ന് പറയുന്നു. ഏതായാലും അവിടെ പോയിട്ട് പൊളിറ്റീഷ്യൻസിനെ കാണും, രാഷ്ട്രത്തലവന്മാരെ കാണും 4 രാജ്യങ്ങളിൽ. എന്നിട്ട് യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥികളുമായിട്ട് സംസാരിക്കും. എന്തിന്? കാരണം രാഹുൽ ഗാന്ധി ഒരു അക്കാദമീഷ്യനാണോ? ഏതെങ്കിലും സബ്ജക്റ്റിലെ എക്സ്പെർട്ടാണോ? അല്ല. പിന്നെന്തുവാ? ഒരു രാഷ്ട്രീയക്കാരൻ, പിച്ചും പെയ്യും പറയുന്ന രാഷ്ട്രീയക്കാരൻ അല്ലേ? അതെ. പറയുന്ന മുഴുവൻ തെറ്റ്, പൊട്ടത്തെറ്റ്. ഗാന്ധിജിയെ എവിടെ വെച്ചാൽ അതല്ലേ ആഫ്രിക്കയിൽ വെച്ച് വെള്ളക്കാരൻ തല്ലി എന്നുള്ളത് ഇംഗ്ലണ്ടിൽ വെച്ച് തല്ലി എന്ന് പറഞ്ഞ ആളാണ്. അതെ. ഒരു കാര്യം ബോധമില്ലാത്ത ഇയാൾ പോയിട്ട് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളോട് എന്ത് സംസാരിക്കാനാ? പിന്നെ ഇങ്ങനെ പല കാര്യങ്ങളും ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാണ് പവൻ ഖേര പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ 4 രാജ്യങ്ങളിൽ ഒരു രാജ്യത്തിൻ്റെ പേരെന്താ അറിയോ? കൊളംബിയ എന്ന് പറയുന്ന രാജ്യം പോകുന്നുണ്ട്. അപ്പോൾ കൊളംബിയയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് അമ്മായിച്ചൻ്റെ വീടാണല്ലോ. കാരണം പണ്ട് മുതലേ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയുന്നുണ്ട്, കൊളംബിയയിലെ ഒരു മയക്കുമരുന്ന് മാഫിയ തലവൻ്റെ, കാർട്ടൽ തലവൻ്റെ മകളാണ് ഈ ജോനിത വിൻസി. ഈ ജോനിത വിൻസി ഇയാളുടെ കാമുകയാണ് എന്ന് ഒരുപാട് കാലമായിട്ട് പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ. ഇതുവരെ പുള്ളി നിഷേധിച്ചിട്ടില്ല. പുള്ളി ഒരിക്കൽ ഒരു ബൃന്ദ ഗോപിനാഥുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ സമ്മതിക്കും, എനിക്കൊരു അഫെയർ ഉണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഈ പറയുന്ന പെൺകുട്ടിയുമായിട്ട് കോട്ടയം ജില്ലയിലെ കുമരകം എന്ന് പറയുന്ന സ്ഥലത്തെ താജ് ഹോട്ടലിൽ ഇവർ സകുടുംബം വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്നു ഈ കൊളംബിയക്കാരി.
പല ഇൻ്റർനാഷണൽ മത്സരങ്ങൾ നടക്കുമ്പോൾ കുട്ടി നിക്കറക്കിയിട്ട് ഈ കൊളംബിയക്കാരി ഇരിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഗൂഗിളിലുണ്ട്. അപ്പോൾ ഈ കൊളംബിയക്കാരിയായിട്ട് ആർക്കും ആരാണിനും പെണ്ണിനും തമ്മിൽ സൗഹൃദം ഉണ്ടാവാമല്ലോ, പ്രണയം ഉണ്ടാവാമല്ലോ, ഇനി വിവാഹേതര ബന്ധവും ഉണ്ടാവാമല്ലോ, അതിൽ കുട്ടികൾ ഉണ്ടാകാമല്ലോ, അതിലൊന്നും ഒരു തെറ്റും ഇല്ലല്ലോ. പക്ഷേ പ്രശ്നം അതല്ല. ഈ കൊളംബിയക്കാരുടെ അപ്പൻ കൊളംബിയയിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കള്ളക്കടത്ത് രാജാവാണ് എന്ന് പറയപ്പെടുന്നു. അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ വേണം. അപ്പോൾ രാഹുൽ ഗാന്ധി എങ്ങാനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായെന്ന് സമ്മതിക്കുക, ഭാര്യ ജൊനീറ്റ വിൻസി, അമ്മായി അച്ഛൻ മയക്കുമരുന്ന് കള്ളക്കടത്ത്. സ്വാഭാവികമായി ഇപ്പം തന്നെ ഇന്ത്യയിൽ കള്ളക്കടത്ത് ഭയങ്കരമായ ഡ്രഗ്സ് ഉണ്ട്. അപ്പോൾ ഈ അമ്മായിയപ്പൻ്റെ സ്വാധീനം ഇന്ത്യയിൽ വരുമോ? വന്നുകൂടായികയില്ല അല്ലേ? ഇതുപോലെ തന്നെയാണ് വാജ്പേയി ഭരിക്കുന്ന സമയത്ത് അമേരിക്കയിലെ ഒരു വിമാനത്താവളത്തിൽ വെച്ച് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ കുടുംബത്തിലെ ചെറുപ്പക്കാരനായ നേതാവിനെയും ഒരു പെൺകുട്ടിയെയും കൂടി FBI പിടിച്ചു. കയ്യിൽ മയക്കുമരുന്നുണ്ടായിരുന്നു, $1,00,000 ഉണ്ടായിരുന്നു. ഈ ഈ ചെക്കൻ്റെ തള്ള ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായതുകൊണ്ട് കരഞ്ഞ് വിളിച്ച് നിലവിളിച്ച് അവസാനം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് വഴി പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിയെ ബന്ധപ്പെടുകയും വാജ്പേയി അമേരിക്കയിൽ ബന്ധപ്പെട്ട് രണ്ടിനെയും കിട്ടാനുള്ള നടപടി സ്വീകരിച്ചും എന്നുള്ളൊരു കഥയും ഒരുപാട് നാളായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. ഗൂഗിൾ ചെയ്താൽ ഇപ്പോൾ കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ കണക്ട് ചെയ്ത് വായിക്കണം. അപ്പോൾ കൊളംബിയയ്ക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്തിനു പോകുന്നു? ഇപ്പോൾ മലേഷ്യ ട്രിപ്പിൽ രാഹുലിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നോ എന്ന് നമുക്കറിയില്ല, കുട്ടികളുണ്ടായിരുന്നോ എന്ന് നമുക്കറിയില്ല. ഇവർ പറയുന്നത് ഒരു ആർക്കിടെക്റ്റാണ് ഈ ജൊനീറ്റ വിൻസി. അവർ ലണ്ടനിലാണ് താമസിക്കുന്നത്. ഇദ്ദേഹത്തിന് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടെന്നുള്ള കേസുണ്ടല്ലോ, വിഘ്നേഷ് ശിശിറിൻ്റെ കേസ് ഇപ്പോൾ വരാൻ പോവാണ്. സർക്കാരിൻ്റെ പക്കൽ ബ്രിട്ടീഷ് സർക്കാർ കൊടുത്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഏതായാലും പണി മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇദ്ദേഹം വളരെ പെട്ടെന്ന് പോകുന്നു എന്ന് മാത്രമല്ല, 4 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കൊളംബിയയ്ക്ക് പോയിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഉടനെ ഭാര്യ പറഞ്ഞു, ഇത്ര കാലമായി മനുഷ്യ നിങ്ങൾ എൻ്റെ അച്ഛനെ ഒന്ന് കണ്ടിട്ട്, എനിക്കൊരു വീട് കുടുംബമൊക്കെ ഇല്ലേ, നിങ്ങൾ ലോകം മുഴുവൻ തന്നെ വിയറ്റ്നാം അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട്. ലങ്കാവി പോയി തലകുത്തി പറഞ്ഞു. അല്ലെങ്കിൽ ലങ്കാവി എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഐലൻഡാണ് മലേഷ്യയിലെ. അവിടെ ഹണിമൂൺ ഡെസ്റ്റിനേഷനാണ്. ഈ ലോക പൈതൃക യുനെസ്കോയുടെ പൈതൃക ലിസ്റ്റിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട അതിമനോഹരമായ സ്ഥലമാണ്. അവിടെ പോയിട്ടാണ് അദ്ദേഹം ഉല്ലസിച്ചത്. ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവും. അപ്പോൾ മാത്രമല്ല, ഒന്ന് വീട്ടിൽ പോകണ്ടേ, നമുക്കൊന്നിച്ചൊന്ന് വീട്ടിൽ പോകണ്ടേ, പിള്ളേരെയൊക്കെ കൊണ്ട്. അപ്പോൾ അച്ഛനാണെങ്കിൽ വയ്യാണ്ടിരിക്കുകയാണ്, നമ്മളെ 4 പേരെയും കൂടെ ഒന്ന് കാണണമെന്ന് അച്ഛൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സാധിച്ചു കൊടുക്കണ്ടേ, ഇത് എപ്പോഴാണ്, മരിച്ചു കഴിഞ്ഞ് പോയാൽ മതിയോ എന്നൊക്കെ ഒരു ഭാര്യ ചോദിക്കില്ലേ? അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് പോകാതെ, അങ്ങനെ ഒരു ഭാര്യയും മക്കളോ ഉണ്ടെങ്കിൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊരു ഒഫീഷ്യൽ ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഏതായാലും ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഇത്തവണ പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ അപ്പോഴൊരു പ്രശ്നമുണ്ടല്ലോ. കാരണം ബീഹാർ ഇലക്ഷൻ വരാൻ പോവാണ്. വലിയ രാഷ്ട്രീയ വിവാദങ്ങളുണ്ട്. ഇപ്പോൾ ഹൈഡ്രജൻ ബോംബ്, ഇനി പ്ലൂട്ടോണിയം ബോംബും തേങ്ങാക്കൊല ബോംബൊക്കെ പൊട്ടിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൾ ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് കാണും മുമ്പ് ഒരൊറ്റ പോക്കാണ്. കാരണം അദ്ദേഹം ഒരു പാർട്ട് ടൈം രാഷ്ട്രീയക്കാരനാണ്, പ്രൊഫഷണൽ അല്ല. രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ ഒരു സംഭവം പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടായിട്ട് പോവുകയാണ്. അപ്പോൾ എന്താണ് രാഹുൽ ഗാന്ധിയുടെ വിദേശ യാത്രകളുടെ ലക്ഷ്യം എന്നൊരു ചോദ്യം ബാക്കി ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി അടുത്തിടയ്ക്ക് ഒരു CRPF പറഞ്ഞ 6 വിദേശയാത്രകൾ നടത്തി. 6 വിദേശയാത്രകൾക്കും മുൻകൂട്ടി അനുമതി വാങ്ങിയില്ല. അതായത് ഇറ്റലിയിൽ ഡിസംബർ 30 മുതൽ ജൂൺ 9 വരെ ഇറ്റലിക്ക് പോയി. 2024 ഡിസംബർ 9 മുതൽ ജൂൺ 9 വരെ അവിടെയാണ്. അമ്മ വീട്ടിൽ പോകണമല്ലോ. അപ്പോൾ അമ്മയുടെ അനിയത്തി വലിയ വിഗ്രഹ ഷോറൂമൊക്കെ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട് അതിൻ്റെ അമ്മയുടെ അനിയത്തിയെ കാണാൻ പോകുമ്പോൾ, അമ്മയുടെ അനിയത്തിക്ക് മകൻ തന്നെയാണല്ലോ രാഹുൽ. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ എന്തെങ്കിലും സമ്മാനമൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മളൊക്കെ എങ്ങനെയാണ് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് വലിയ മുത്തശ്ശിമാരൊക്കെ ചെല്ലുമ്പോൾ ഇരിക്കട്ടെ മക്കളെ ഇതെന്നൊക്കെ പറഞ്ഞ് ഒരു പൊതിയൊക്കെ കയ്യിലോട്ട് തരും. അങ്ങനെ ഈ സോണിയാഗാന്ധിയുടെ അനിയത്തി എന്ന് പറയുന്നത് പുള്ളിയുടെ ഒരു ഇളയമ്മ അല്ലേ, ഇളയമ്മയെ കാണാൻ പോകുന്നത് ഒരു തെറ്റുമല്ല, നല്ല കാര്യമാണ്. ഇളയമ്മയുടെ സ്നേഹം. ഇളയമ്മ പിന്നെ ഇളയമ്മയ്ക്ക് 2 കടയുണ്ട് എന്ന് പറഞ്ഞില്ലേ, ഒന്ന് ഗൺപത് എന്നൊക്കെ പറയുന്നൊരു കട, വിഗ്രഹം വിൽക്കുന്ന കടയുടെ പേരാണ് ഗണപതി. അപ്പോൾ ഈ കടയൊക്കെ ഉള്ള ഇറ്റലി പോയി. പിന്നെ മാർച്ച് 12 മുതൽ 17 വരെ വിയറ്റ്നാമിൽ പോയി. അവിടെ വെച്ച് ഈ ജൊനീറ്റ വിൻസിയുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഫോട്ടോ ഒക്കെ പുറത്തു വന്നിരുന്നു വിയറ്റ്നാമിലൂടെ. പിന്നെ ദുബായിൽ ഏപ്രിൽ 17 മുതൽ 23 വരെ ഉണ്ടായിരുന്നു. ദോഹ ഖത്തർ ജൂൺ 11 മുതൽ 18 വരെ ഉണ്ടായിരുന്നു. ലണ്ടൻ ജൊനീറ്റ വിൻസി താമസിക്കുന്ന സ്ഥലം. ലണ്ടനിൽ ജൂൺ 25 മുതൽ ജൂലൈ 6 വരെ ഉണ്ടായിരുന്നു. അപ്പോൾ 6, 5, 11 ദിവസം, ഏറ്റവും കൂടുതൽ ദിവസം. ഭാര്യയോട് 10 ദിവസം നിൽക്കുന്നത് തെറ്റാണോ സിനു? അല്ലല്ല. പിന്നെ മലേഷ്യയിൽ
സെപ്റ്റംബർ 4 മുതൽ 8 വരെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ സെപ്റ്റംബർ 27 27 4 മുതൽ 8 വരെ മലേഷ്യ. ഇനിയിപ്പോൾ വടക്കൻ അമേരിക്കൻ തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അവിടുത്തെ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കണമല്ലോ, നല്ല കാര്യമാണ്. പക്ഷേ ഇവർ പറയുന്നത് ഈ ബ്ലൂ ബുക്ക്, യെല്ലോ ബുക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സെക്യൂരിറ്റി, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹത്തിന് വലിയ സുരക്ഷയുണ്ട്. അതുകൊണ്ട് യെല്ലോ ബുക്ക് പറയുന്നത് 15 ദിവസം മുമ്പ് അറിയിക്കണമെന്നാണ്. ഇനിയിപ്പോൾ നാളെ പോകുന്നതിൻ്റെ വിവരമാണോ ഈ പവൻ ഖേര ഇട്ടിരിക്കുന്നത്, അതോ ഇന്ന് മുതൽ 15 ദിവസത്തിനുള്ളിൽ പോകുന്നതാണോ എന്ന് വന്നിട്ടില്ല. കാരണം അതിനകത്ത് എന്ന് പോകുന്നു എന്നുള്ള അറിയിപ്പില്ല. രാഹുൽ ഗാന്ധി പോകുന്നു, ഇന്ത്യയും ആ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അമ്മായിയപ്പൻ്റെ വീട്ടിൽ പോയി അമ്മായിയപ്പൻ്റെ കുടുംബമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാനുള്ള ശ്രമമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും അങ്ങനെ രാഹുൽ ഗാന്ധി പോവുകയാണ്. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം വെച്ചാൽ കോൺഗ്രസ്സിനൊരു ആവശ്യം വരുന്ന സമയങ്ങളിലൊന്നും രാഹുൽ ഗാന്ധിയെ കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി കോൺഗ്രസ്സുകാർക്കുണ്ട്. അതിൻ്റെ ഒരു കണക്കുണ്ട്. അതായത് 2019 ഇലക്ഷൻ കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ ഒറ്റ പോക്ക എവിടേക്കാണെന്നറിയാം, ബാങ്കോക്ക്. 2023 ഈ പറഞ്ഞ പോലെ അമേരിക്കയ്ക്ക് ഒരു പോക്ക് പോയി. ഏപ്രിൽ 2022 കോൺഗ്രസ്സിൽ ഈ പ്രശാന്ത് കിഷോർ ഉണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ, പ്രശാന്ത് കിഷോറിനെ കോൺഗ്രസ്സിൽ എടുക്കണം എന്നുള്ളൊരു തർക്കമൊക്കെ നടക്കുകയായിരുന്നു. പ്രശാന്ത് കിഷോറിൻ്റെ കോൺഗ്രസ്സിലേക്ക് ചേരാൻ റെഡിയാണ് എന്ന് പറഞ്ഞ സമയത്ത് തീരുമാനം എടുക്കാതെ ഉള്ളൊരു ഒറ്റ പോക്ക് പോയി. അത് അവസാനം പ്രശാന്ത് കിഷോർ എന്ത് ചെയ്തു, ഞാനിത് ഈ പണ്ടരം പിടിച്ച പാർട്ടി ചേർന്നില്ല, അയാൾ വേറൊരു പാർട്ടി ഉണ്ടാക്കി. തീർന്നില്ല, 10 ദിവസത്തേക്ക് അന്ന് പിന്നെ 10 ദിവസത്തേക്ക് കാണാതായി. വിദേശത്ത് പോയിരുന്നു. രാഹുൽ ഗാന്ധി എവിടെയാണെന്ന് ആർക്കും അറിയില്ല. മറ്റേ ഖാർഗെ ഉണ്ടല്ലോ, മറ്റേ 150 കിലോ ഭാരമുള്ള പാർട്ടി, പുള്ളി എണീറ്റ് രാവിലെ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇല്ല. എവിടെ പോയെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. എവിടെയോ പോയി. 10 ദിവസം കഴിഞ്ഞ് വന്നില്ലായിരുന്നു. ഇവർ മിസ്സിംഗ് എന്ന് പറഞ്ഞൊരു പരസ്യം കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് 2021 കാര്യം പറയാം. 2021 5 സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ തോറ്റു. ഒറ്റ പോക്ക് ഇറ്റലിയിലേക്ക്. അതിന് ഞാൻ കുറ്റം പറയത്തില്ല കേട്ടോ. നമ്മൾ 5 സംസ്ഥാനങ്ങളിലെ ഇലക്ഷനെ കൊണ്ട് തോറ്റു. എന്തൊരു സങ്കടമായിരിക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം കിട്ടുന്നത് അമ്മയുടെ അടുത്ത് പോകുന്നതായിരിക്കും. അമ്മയുടെ അടുത്ത് പോകുന്നതിനേക്കാളും നല്ലതായിരിക്കും അമ്മൂമ്മയൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോയാൽ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി അമ്മ വീട്ടിൽ പോയി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയാൻ വേണ്ടി 2021 ഡിസംബറിൽ അദ്ദേഹം 5 സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ തോറ്റപ്പോൾ ഇറ്റലിക്ക് പോയി. സത്യത്തിലൊരു രാഷ്ട്രീയ നേതാവ് ആ സമയത്ത് നിന്നിട്ട് അണികളോട് സംസാരിച്ച് ഇതും കുഴപ്പമില്ല, നമുക്ക് തിരിച്ചു പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെ സാന്ത്വനിപ്പിച്ച് അവർക്ക് സമാശ്വാസം കൊടുത്ത് അവരെ വീണ്ടും എംപവർ ചെയ്യുകയല്ലേ വേണ്ടത്. അതാണ് ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ടത്. വളരെ ഒറ്റ പോക്കാണ് അങ്ങ് പോയി. ഇനി ആ പഞ്ചാബിൽ ഈ സമയത്ത് ഇദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് പഞ്ചാബ് ഇലക്ഷന് ഒരുപാട് റാലികൾ പ്ലാൻ ചെയ്തിരുന്നു. അതൊന്നും നടന്നില്ല. ആ ഇലക്ഷന് തോറ്റുപോയി. ആപ്പ് തൂത്തുവാരി കൊണ്ട് ഭരണം കൊണ്ടുപോയി. സ്വന്തം പാർട്ടിയെ തോൽപ്പിച്ചു. ഇലക്ഷൻ പ്രചരണ ജാഥകളിൽ ഒന്നും പങ്കെടുക്കാതെയാണ് ഇദ്ദേഹം സ്ഥലം വിട്ടത്. ഇനി സെപ്റ്റംബർ 2021 ഇങ്ങനെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് രാജിവെക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കിതൊന്നും കാണാൻ വയ്യ എന്ന് പറഞ്ഞു പുള്ളി ഒറ്റ പോക്ക്. എന്നാൽ ആ ഒരു പ്രശ്നം ഉള്ളപ്പോഴത്തേക്ക് അങ്ങനെയല്ല, അമരീന്ദർ സിംഗിനെ നിർത്തി ക്യാപ്റ്റൻ നിൽക്കുക, എന്താ പ്രശ്നം പരിഹരിക്കുകയല്ലേ വേണ്ടത്. എനിക്കിതൊന്നും കാണാനുള്ള ശേഷിയില്ല, പുള്ളി സ്ഥലം വിട്ടു. ഇനി 2020 ഡിസംബറിൽ കോൺഗ്രസിൻ്റെ 136ാം വാർഷിക പരിപാടി അതിവിപുലമായി പ്ലാൻ ചെയ്തു. ഇയാൾ അതിൻ്റെ CEO ആണല്ലോ, കോൺഗ്രസിൻ്റെ മുതലാളിയാണല്ലോ. എല്ലാം പ്ലാൻ ചെയ്ത് പ്രധാനപ്പെട്ട റോൾ ഇങ്ങേർക്കും വെച്ചു. പക്ഷേ ഇങ്ങേർ ഇറ്റലിക്ക് പോകണേ. ഈ പരിപാടി നടന്നില്ല. ഇനി ഒക്ടോബർ 2021 ഹരിയാന മഹാരാഷ്ട്ര 2019 ഒക്ടോബർ മഹാരാഷ്ട്ര ഹരിയാന ഇലക്ഷൻ നിപ്പിൽ പുള്ളി 15 ദിവസം മുമ്പ് തെരഞ്ഞെടുപ്പിന് 15 ദിവസം പുള്ളി ബാങ്കോക്കിലേക്ക് പറഞ്ഞു. ഇലക്ഷൻ്റെ അവസാന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ഇല്ല. 2 ഇടത്തും തോറ്റു കഴിഞ്ഞപ്പോൾ വോട്ടർ പട്ടിക കുഴപ്പമാണ്, വോട്ടിംഗ് മെഷീൻ കുഴപ്പമാണ്. 2019 ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഭയങ്കര ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയല്ലേ. അതുകൊണ്ട് പുള്ളി കഷ്ടപ്പെട്ട് ക്ഷീണിച്ച് വെറുതെ ഇരുന്നതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഞാൻ കിടന്നുറങ്ങിയെന്ന് പറയുന്ന പോലെ ഒറ്റപ്പോക്ക് ആരോടും പറയാതെ 2019 ഇലക്ഷൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് പോലും അറിയാൻ കാത്തു നിൽക്കാതെ അദ്ദേഹം ലണ്ടനിൽ പോയി ശ്രമിക്കാൻ. നമ്മൾ ഈ പഴയൊക്കെ സിനിമകളിലൊക്കെ കാണുന്നില്ലേ, അധ്വാനിച്ച് കഷ്ടപ്പെട്ട് തളർന്ന് വീട്ടിൽ വരുമ്പോഴത്തേക്ക് സ്നേഹമയിയായ ഭാര്യയുടെ മടിയിൽ തലവെച്ച് കിടക്കുക. അപ്പോൾ മുടിയിടകളിലൂടെ അവളിങ്ങനെ ഭാര്യ ഒന്ന് തഴുകുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും. എന്നിട്ട് വല്ല കഞ്ഞിയൊക്കെ ഉണ്ടാക്കി, വാ നമുക്ക് കഞ്ഞി കുടിക്കാം, എണീറ്റ് വാ, വിഷമിച്ച് പണിയെടുത്ത് ക്ഷീണിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് കഞ്ഞിയൊക്കെ കുടിച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കുക. അങ്ങനെ ഇലക്ഷൻ 2019 ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ് ക്ഷീണം തീർക്കാൻ വേണ്ടി പുള്ളി ലണ്ടനിലേക്ക് പോയി. ലണ്ടനിൽ നമ്മുടെ ആരുണ്ട്, ജോനിറ്റ വിൻസി ഉണ്ടെന്ന് ബ്ലെഡ്സിൻ്റെ പത്രാധിപർ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹം നിരന്തരം പോകുന്ന യാത്രകളുടെ ഭാഗമായിട്ടാണ്
ഇപ്പോഴത്തെ പുതിയ യാത്രയും വന്നിരിക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, കാരണം ബീഹാർ ഇലക്ഷൻ വരികയാണ്. ബീഹാറിലെ വോട്ടർ പട്ടികയുടെ സംബന്ധിച്ചുള്ള കേസ് സുപ്രീം കോടതി കിടക്കുകയാണ്, തീർന്നിട്ടില്ല. അപ്പോൾ വളരെ ക്രൂഷ്യലായിട്ട് ബീഹാറിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് തർക്കമുണ്ട്. തേജസ്വി പറഞ്ഞു ഞങ്ങൾ ഒറ്റയ്ക്ക് എല്ലായിടത്തും മത്സരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സംഘർഷഭരിതമായ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉള്ളപ്പോൾ തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളുമായി ബന്ധം ശക്തിപ്പെടുത്താൻ എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി പോകുന്നത് വിശ്വസിക്കണമെങ്കിൽ മണ്ടന്മാരായിരിക്കണം നമ്മൾ. സിമ്പിൾ ഇത്രയേ ഉള്ളൂ. സന്ദർശിക്കുന്ന തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വെനസ്വേലയുണ്ട്, കൊളംബിയ ഉണ്ട്. ഇത് രണ്ടുമാണ് അമ്മായിയപ്പൻ്റെ സാമ്രാജ്യങ്ങൾ. അപ്പോൾ ഏതായാലും അമ്മായിയപ്പൻ്റെ വീട്ടിൽ പോയിട്ട് താറാവിറച്ചിയാണോ അവിടുത്തെ ഇറച്ചിയൊക്കെ കഴിച്ച് വരട്ടെ. നമുക്ക് നമ്മുടെ രാഹുൽ ഗാന്ധിയെ തിരിച്ചു വരുന്ന ദിവസങ്ങൾക്കായി കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.